ഹലോ എവരിവൺ, ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ SSC GD യോധ സീരീസ് കാണുന്ന കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ്, ദിശ അക്കാഡമി SSC GD യോധ സീരീസ് ക്ലാസ്സുകൾ നിർത്തിയോ? ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ വീക്ക്ലി ചലഞ്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വീക്ക് 7 വീക്ക്ലി ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും സംശയം ദിശ അക്കാഡമി പറഞ്ഞ SSC GD യോധ സീരീസ് നിർത്തിയോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. മാത്രമല്ല, ഇന്നത്തെ വീഡിയോയിൽ ഈ വീക്കിലെ ചലഞ്ച് കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഈ വീഡിയോയിലുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ദിശ അക്കാഡമി തരുള്ളൂ. അല്ലാതെ നിങ്ങളുടെ പെർഫോമൻസ് താഴോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് തരില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കുന്നത്, നിങ്ങൾ ഒരുപാട് പേര് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളുടെ എല്ലാ വീഡിയോസിൻ്റെയും താഴെ SSC GD യോധ സീരീസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. യോധ സീരീസ് ഈ വീക്ക് വന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ കൂടി ഞാൻ ഡിസ്കസ് ചെയ്തോട്ടെ. നമ്മൾ കഴിഞ്ഞ ഒരു 2 മാസത്തിനടുത്ത് അല്ലെങ്കിൽ 1.5 മാസത്തോളമായിട്ട് റെഗുലറായിട്ട് എല്ലാ വീക്കിലും നമുക്ക് വീക്ക്ലി ചലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ SSC GD യോധ കൂടാതെ റെയിൽവേയുടെ ഒരു ലൈവ് സെഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലൈവ് സെഷൻസ് റെഗുലർലി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വീഡിയോസ് തന്നിട്ടുണ്ട്. പക്ഷേ SSC GD യോധ ഇതിൻ്റെ ഒരു പ്ലാൻ നമ്മൾ ഇത്രയും നാളും തന്നിരിക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പഠിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടെല്ലാം പറയട്ടെ, നിങ്ങളുടെ കുറേ പേരുടെ കമൻറ്റുകൾ കണ്ടു. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. മറ്റു വീഡിയോയുടെ താഴെ SSC GD യോധയുടെ സീരീസ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നു. ഒരിക്കലും ഇല്ല, അത് സ്റ്റോപ്പ് ചെയ്തിട്ടല്ല. എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഇന്ന് വീക്ക് 7ൻ്റെ ചലഞ്ചാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ വീക്ക് 7 ചലഞ്ചും കൂടി എൻ്റെ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ആ ചലഞ്ച് കൂടി പഠിച്ച് ഈ വീക്കിൽ വരുന്ന ലൈവ് ക്വിസിന് വേണ്ടി വരുന്ന ഒരു ചലഞ്ചും കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഈ വീഡിയോയ്ക്ക് ഡിലേ വന്നതെന്നുള്ളത് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് നമ്പർ ഓഫ് വീഡിയോസ് ഇപ്പോഴും വരുന്നുണ്ട്. നമ്മൾ GD എക്സാംസിന് മാത്രമല്ല ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റെയിൽവേ എക്സാംസിന്, SSCയുടെ CGL പോലെയുള്ള എക്സാം, CHSL, MGS എല്ലാ നോട്ടിഫിക്കേഷൻസും എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുമ്പം SSC GD മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല തരുന്നത്. പക്ഷേ നമ്മുടെ ഒരുപാട് പേര് SSC GD എക്സാംസ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് നമ്പർ ഓഫ് ക്ലാസ് നമ്മൾ ഇത്രയും നാളും പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇനി അത് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീക്കിലെ ചലഞ്ചും കൂടെ കഴിഞ്ഞ് ഈ മാസം 31 കഴിയുമ്പോൾ, ഡിസംബർ 31 കഴിയുമ്പോൾ യോധ ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കില്ല അതിനുശേഷം വരുന്നത്. അതിൽ വരുന്ന മാറ്റം എന്താണെന്ന് ഞാൻ പറയും. അതിനുശേഷം എങ്ങനെയാണ് നമ്മൾ പോകുന്നതെന്നും പറയും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് റിസൾട്ട് ഉണ്ടാവില്ല. റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് യോധ സീരീസിൻ്റെ പ്ലാനിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഇത്രയും ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഒരു ചെറിയ ഡിലേ വരുത്തിയത് ആ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ആ രീതിയിലുള്ള മെറ്റീരിയൽസും അതിനുള്ള ടെക്നിക്കൽ സപ്പോർട്ട്സും എല്ലാം നമ്മൾ ചെയ്യുന്ന സമയമായിരുന്നു. അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും ഇത്രയും നാൾ ചെയ്ത, കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ പലരെയും കണ്ടു. അത് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കമൻറ്റ് കണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ചിലർ കുറച്ചൊക്കെ മോശമായിട്ട്, അതായത് നമ്മൾ ചാനലിൽ യോധ സീരീസ് നിർത്തി എന്നൊക്കെ കംപ്ലയിൻറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അവരോട് പറയട്ടെ, നിങ്ങൾ സ്നേഹം കൊണ്ട് ചെയ്തതാണെന്ന് കരുതുന്നു. അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും നമുക്ക് നേരെ ഉണ്ടാവരുത്. അതുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് ഇത്രയും അധികം വീഡിയോസ് ചെയ്തു തരാൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കേരളത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് ക്ലിയർ കട്ടായിട്ട് പറയണം, കേരളത്തിൽ തന്നെ ഇത്രയും നമ്പർ ഓഫ് ക്ലാസ്സസ്, ഇത്രയും ക്വാളിറ്റി ഉള്ള, ഇത്രയും ക്ലിയർ കട്ട് നമ്പർ ഓഫ് ഫ്രീ ക്ലാസ്സസ് കൊടുക്കുന്ന മറ്റൊരു യൂട്യൂബ് ചാനലും മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനും കേരളത്തിലില്ല. എനിക്കത് നിങ്ങളോട് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതായിരിക്കും. കൃത്യമായിട്ട് SSC റെയിൽവേ എക്സാംസ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്ക് വേണ്ടി ഇത്രയും ക്ലിയർ കട്ട്, ഇത്രയും ക്വാളിറ്റി ക്ലാസ്സസ് കൊടുക്കുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനില്ല, ഫ്രീ ക്ലാസ്സസ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ തന്നെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ എക്സാംസ് എഴുതി, ഓൺലൈൻ യൂട്യൂബ് ഫ്രീ ക്ലാസ്സസ് എഴുതി എക്സാംസ് ക്ലിയർ ചെയ്ത ആളുകളുടെ നമ്പേഴ്സ് മാത്രം നോക്കിയാൽ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയായിരിക്കും ദിശ അക്കാഡമി തരുന്ന ക്ലാസ്സുകൾ. അല്ലാതെ ക്വാളിറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തരേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. ഇനി വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സ്റ്റാറ്റസ് ആക്കുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുകയും മറ്റു ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്താൽ
നമ്മൾക്ക് കൂടുതൽ നമ്പർ ഓഫ് വീഡിയോസ്, കൂടുതൽ നമ്പർ ഓഫ് ക്ലാസ്സസ് ചെയ്യാം. നമുക്ക് പല ക്ലാസ്സസ് ഉണ്ടായതുകൊണ്ട് തന്നെ പല കൺസ്ട്രെയിൻസ് ഉണ്ട്. ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ഓൺലൈനായിട്ട് കോഴ്സുകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സസും തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ കമൻറ്റുകളും മറ്റെല്ലാ കാര്യങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കൂടുതൽ കോൺഫിഡൻസ് ചെയ്ത് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഒരു ഊർജ്ജം തരുന്ന രീതിയിലുമായിരിക്കണം. അതങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ വീക്ക്ലി ചലഞ്ച് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ്, ഈ വീക്ക് 7 വീക്ക്ലി ചലഞ്ച് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീക്ക്ലി ചലഞ്ച് നമ്മൾ കുറേ ടോപ്പിക്കുകൾ പഠിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്സ്, റീസണിങ്, GK, ഇംഗ്ലീഷ്, ഇങ്ങനെ പല ചലഞ്ചുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ചലഞ്ചസ് വരുന്നുണ്ട് ഈ മാസത്തേക്ക്, ഇനിയും ചലഞ്ചുകൾ വരുന്നുണ്ട്, വീക്ക് 8 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡിസംബർ 31 ശേഷം നമ്മൾ ഈ ഒരു വീക്ക്ലി ചലഞ്ചിൽ നിന്ന് മറ്റൊരു പ്ലാനിലേക്ക് ഷിഫ്റ്റ് ഓവർ ചെയ്യുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാം എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഗിയർ ചേഞ്ച് വളരെ അത്യാവശ്യം അല്ലേ. ഇത്രയും നാൾ പഠിച്ച പോലെ പഠിച്ചാൽ നമ്മൾ ജസ്റ്റ് ടോപ്പിക്കുകളിലൂടെ പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജനുവരി 1 മുതൽ യോധ സീരീസിൽ ഈ ഒരു പാറ്റേൺ ആയിരിക്കത്തില്ല നമ്മൾ പോകുന്നത്. പകരം നിങ്ങൾക്ക് ഇത്രയും നാൾ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ഷിഫ്റ്റ് വൈസ് ഡിസ്കഷൻ ആയിരിക്കും. എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും ജനറൽ അവയർനെസ്സിൻ്റെയും ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും ഇനി മുതൽ ജനുവരി മുതൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം റിസൾട്ട് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ, റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കഷനൊക്കെ. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് നമുക്ക് മാക്സിമം നമ്പർ ഓഫ് റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ജനുവരി മുതൽ നമ്മൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇനിയും കിട്ടാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. ഒരുവിധം ടോപ്പിക്കുകളൊക്കെ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകണം. അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ടച്ച് കാണില്ല, ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് ടച്ച് കാണില്ല. ജസ്റ്റ് ഫാക്റ്റുകൾ പഠിച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ നമുക്ക് വേണ്ടത് എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ബാക്കപ്പ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ജനുവരി ആദ്യം മുതൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന രീതിയിലുള്ള സെഷൻസ്, അതും ലൈവ് സെഷൻസ് ആയിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതും ഫോളോ ചെയ്ത് തന്നെ പോകാൻ ശ്രമിക്കുക, മാക്സിമം യൂസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ വീക്ക് വീഡിയോ വന്നില്ല എന്ന് പറഞ്ഞ് കുറേ പേര് പറയുന്നവരോട് പറയട്ടെ, നമ്മുടെ ചാനലിൽ യോധ സീരീസ് അല്ലാതെ SSC-GD എക്സാംസിൻ്റെ തന്നെ ഒരു 150+ ക്ലാസ്സസ്, ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. 2023 അല്ല, തൊട്ട് മുമ്പത്തെ 2 വർഷങ്ങളിലെ SSC-GD എക്സാംസിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ തന്നെ അത്രയും നമ്പർ ഓഫ് ക്ലാസ്സസ് ഉണ്ട് അല്ലേ, അത്രയും നമ്പർ ഓഫ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടു തീർക്കാൻ ശ്രമിക്കുക. കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ക്ലാസ്സുകൾ മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. ആ കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് നിങ്ങൾ കണ്ടിരിക്കണം. അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ടെലഗ്രാം ചാനലിലും അതുപോലെ വാട്സപ്പ് ചാനലിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആ വീഡിയോ സീരീസ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ നേരത്തെ തന്നെ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. SSC-GD 2021-22 വർഷങ്ങളിലെ എക്സാംസിൻ്റെ കംപ്ലീറ്റ് സെറ്റ്, ഒരു 150+ അല്ലെങ്കിൽ 200-ന് അടുത്ത് വരുന്ന നമ്പർ ഓഫ് ക്ലാസ്സസ് അതിൽ തന്നെ അവൈലബിൾ ആണ്. ഈ വർഷത്തെ യോധ സീരീസ് കൂടാതെയുള്ള SSC-GD എക്സാംസിൻ്റെ ക്ലാസ്സുകൾ അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചലഞ്ചിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്ത് പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള നിങ്ങളുടെ സപ്പോർട്ട് ഇനി പ്രതീക്ഷിക്കുന്നു. അപ്പോൾ യോധ സീരീസിൽ വീക്ക് 7 നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഹിസ്റ്ററി, ജോഗ്രഫി, ഈ 2 ടോപ്പിക്സാണ്. ജനറൽ അവയർനെസ്സിനകത്തുള്ള ടോപ്പിക്സാണ് ഈ വീക്ക് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വീക്കിലെ ചലഞ്ച് നമുക്ക് നോക്കാം. ഈ വീക്കിലെ ചലഞ്ചുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കാനുള്ള, ഞാൻ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരുന്ന ടോപ്പിക്കുകൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതുപോലെ തന്നെ ബുദ്ധിസം, ജൈനിസം, ഈ 3 ടോപ്പിക്കുകളാണ്. ഇതിനെ ബേസ് ചെയ്ത ഒരു 5 ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ വീക്ക് കാണാനുണ്ട്. 5 ക്ലാസ്സസ് ഉണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ പാർട്ട് 1, പാർട്ട് 2 ക്ലാസ് ഉണ്ട്. ബുദ്ധിസം പാർട്ട് 1, പാർട്ട് 2 ക്ലാസ് ഉണ്ട്. ജൈനിസം ഒരു ക്ലാസ്സും ഉണ്ട്. നിങ്ങൾക്ക് ഇത്രയും ക്ലാസ് ഹിസ്റ്ററി പാർട്ടിൽ നിന്ന് പഠിക്കാനുണ്ട്. അതുകൂടാതെ ജോഗ്രഫി പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ഫാക്ട്സ്, അതും ഒരു 4 ക്ലാസ്സസ് തന്നെയാണ് വരുന്നത്. ആ 4 ക്ലാസ്സസ് എന്ന് പറയുന്ന ഒന്ന് എർത്ത് ബേസിക് ഫാക്ട്സ്, സ്ട്രക്ചർ ഓഫ് എർത്ത്, അറ്റ്മോസ്ഫിയർ, റോക്സ്. അപ്പം 5, 4, 9 ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ വീക്ക് ചലഞ്ചിന് വേണ്ടി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്ലാസ്സുകൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് 2 സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റുകൾ നോക്കിയാൽ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി, ശ്രീരാഗ് സാറ് എടുത്തിരിക്കുന്ന ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയുടെ ഒരു ക്ലാസ് ആണുള്ളത്. അതൊരു പ്ലേലിസ്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. 5 ക്ലാസ്സുകൾ അതിനകത്തുണ്ട്. 5 ക്ലാസ്സുകൾ ഏകദേശം 2.5 മണിക്കൂറിൽ കൂടുതൽ വരുന്ന, അപ്രോക്സിമേറ്റ്ലി 2.5 മണിക്കൂറിൻ്റെ അടുത്ത് വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിനകത്ത് ഈ ഒരു പ്ലേലിസ്റ്റിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും ക്ലാസ്സസ് നിങ്ങൾക്ക് കാണുക, ഈ 5 വീഡിയോസും കാണുക. ഇൻഡസ് വാലി സിവിലൈസേഷൻ, ബുദ്ധിസം, ജൈനിസം, ഇത് എക്സാം പോയിന്റ് നോക്കിയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. ഇതിൻ്റെ പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിരിക്കും. അപ്പോൾ ആ പ്ലേലിസ്റ്റ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇനി ജോഗ്രഫി പോയിന്റിൽ വരുമ്പോൾ, ജോഗ്രഫി എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. ആ പ്ലേലിസ്റ്റിൽ 10ഓളം വീഡിയോസ് ഉണ്ട്. പക്ഷേ
നിങ്ങളുടെ വീക്ക്ലി ചലഞ്ചിൽ ഈ വീക്കിൽ വേണ്ടി 4 ക്ലാസ്സുകൾ, ആദ്യത്തെ 4 ക്ലാസ്സുകളാണ് തന്നിരിക്കുന്നത്. ഒന്ന് ജോഗ്രഫി 1 എർത്തിൻ്റെ ബേസിക് ഫാക്ട്സ്, ജോഗ്രഫി 2 സ്ട്രക്ചർ ഓഫ് എർത്ത്, ജോഗ്രഫി 3 അറ്റ്മോസ്ഫിയർ, ജോഗ്രഫി 4 റോക്സ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീക്ക്ലി ചലഞ്ചിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലാസ്സസ് ആണ് നിങ്ങൾ ഈ വീക്കിൽ വേണ്ടി പഠിക്കാനുള്ളത്, മസ്റ്റായിട്ടും പഠിക്കാനുള്ളത്. ഇത് കൂടാതെ സമയമുള്ളവർക്ക് ഇതിൻ്റെ താഴോട്ട് വരുന്ന ക്ലാസ്സസ് എല്ലാം കാണാം. ഇനിയും ക്ലാസ്സസ് ഇല്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പറയട്ടെ, നിങ്ങൾ SSC-GD മാത്രം ക്ലാസ്സുകൾ കാണാൻ പറ്റും. SSC-GD എന്ന് പറഞ്ഞൊരു ക്ലാസ് തന്നാലേ കാണാൻ പറ്റുമെന്നല്ല, SSCയുടെ ഏത് എക്സാമിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ റെയിൽവേക്ക് ചോദിക്കുന്ന GKയുടെ ക്ലാസ്സുകളും റെയിൽവേക്ക് ചോദിക്കുന്ന മാത്സിൻ്റെ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് നിന്ന് നോട്ട്സ് ഉണ്ടാക്കാം. അതും നിങ്ങളുടെ എക്സാം പോയിന്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും വീഡിയോസ് വരുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ ക്ലിയർലി ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കണ്ടന്റുകൾ ഒരുപാടാണ്. അപ്പോൾ 1000-1200 വീഡിയോസ് നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ 1300 വീഡിയോസ് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു മെജോറിറ്റി പാർട്ടും SSC എക്സാംസിൻ്റെയും റെയിൽവേ എക്സാംസിൻ്റെയും കണ്ടന്റ് വീഡിയോസ് തന്നെ, ഇത്രയും കണ്ടന്റ് ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് ഈ വീക്കിൽ വരുന്ന ചലഞ്ചിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. പ്രത്യേകിച്ചും ജോഗ്രഫി, ഹിസ്റ്ററി, ഈ 2 ടോപ്പിക്കുകളാണ് നമ്മൾ ഈ വരുന്ന യോധ സീരീസിന് വേണ്ടി നിങ്ങൾക്ക് വീക്ക് 7 അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ കട്ടായിട്ട് പഠിക്കുക. ജനുവരി മുതൽ നമുക്ക് ക്ലിയർ ആയിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിനും ഉള്ള തയ്യാറെടുപ്പുകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. മാത്രമല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ തന്നെ എവിടുന്ന് കിട്ടുമെന്ന് ചോദിക്കുന്നവരോട് പറയട്ടെ, dishaonline.co.in എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് SSC എക്സാമിൻ്റെ അതേ മാതൃകയിലുള്ള മോക്ക് എക്സാംസും പ്രാക്ടീസ് ടെസ്റ്റുകളും എക്സാംസും ഒക്കെ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം, സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അല്ലാത്തവർക്ക് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനകത്താണെങ്കിൽ പോലും ഈ മോക്ക് എക്സാംസും സെക്ഷൻ വൈസ് ടെസ്റ്റുകളും പ്രാക്ടീസ് ടെസ്റ്റുകളും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അത് കണ്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 മെത്തേഡ്സ് ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പോൾ ഈ വീക്കിലെ ചലഞ്ചുമായിട്ട് നെക്സ്റ്റ് ഒരു ദിവസം കാണാം. അതുപോലെ തന്നെ ലൈവ് സെഷനുമായിട്ട് പിന്നീട് ഒരു ദിവസം കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.